നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ചിറ്റപ്പൻ എന്താ പറഞ്ഞേ? അമ്മ എന്താ കഥകളിയിലെ കത്തിവേഷം കണ്ട പോലെ? കാര്യം എന്താന്ന് വെച്ചാ പറ. അതങ്ങനെ പുറത്തു പറയാൻ കൊള്ളാവുന്ന കാര്യമല്ലടി. പുറത്ത് പറയണ്ട, അമ്മ ഇവിടെ എന്നോട് പറഞ്ഞാ മതി. അവന്റെ കയ്യില് വീഡിയോ ഉണ്ടെന്ന്. വീഡിയോയോ? എന്തിന്റെ വീഡിയോ? നിന്റെ അല്ലാതെ പിന്നെ വേറെ ആരുടെയാ? നീയല്ലേ അവനോട് പോയി ബോധം കെട്ട് കിടന്നുറങ്ങിയതാ. കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും ബോസ് അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. അവനെങ്ങാനും ആ വീഡിയോ നെറ്റിലേക്ക് എങ്ങാനും കയറ്റിവിട്ടാലുള്ള അവസ്ഥ എന്താണെന്നറിയാലോ നിനക്ക്. നീ പിന്നെ വൈറലാ. വെറുതെ ബോസിനെ തെറ്റിദ്ധരിച്ചു. ഇത്രയും കുടുംബസ്നേഹമുള്ളൊരു മനുഷ്യൻ. ഒന്ന് അനങ്ങി ഓടിക്കണോ? അപ്പൊ ചിറ്റപ്പൻ ഈ കേസിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാ? നിന്റെ ചിറ്റപ്പനെന്നല്ല, ദൈവം തമ്പുരാന് പോലും ഇനി ഈ കേസിൽ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവന്റെ ആ ഫോൺ വാങ്ങിച്ച് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാ പോരെ? അതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമാണോടി? വീഡിയോ അവൻ എവിടെയാ സേവ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. എന്നാ അവന്റെ ഫോൺ അങ്ങ് പൊട്ടിച്ചാളെ. അവൻ ഇവിടെ തന്നെയല്ലേ താമസിക്കുന്നേ. ബുദ്ധിയില്ലാത്തവരെ പോലെ സംസാരിക്കല്ലേ മോളെ നീ. ജഗദീപിന്റെ കയ്യിലുള്ള തുറുപ്പ് ചീട്ടാ ഇത്. അവനത് ഭദ്രമായിട്ട് സൂക്ഷിക്കാതിരിക്കോ? ഫോണിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഫോൺ തല്ലി പൊട്ടിച്ച് കളഞ്ഞാലും അതൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റും. ഇനി അവനത് പെൻഡ്രൈവിലാക്കിയോ മെയിലിൽ സേവ് ചെയ്തോ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലോ? തലയ്ക്ക് ഭ്രാന്ത് പിടിക്കാം. എടി, ഞാൻ ഉള്ള കാര്യങ്ങളാ പറഞ്ഞത്. അമ്മ ഇങ്ങനെ തടസ്സം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇതിൽ നൂരാനുള്ള വഴി എന്തെങ്കിലും പറ. ഇതിൽ നൂരാൻ ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല മോളെ. ഒരുമാതിരി വർത്താനം പറയല്ലേ. ഞാൻ എന്ത് ചെയ്തെന്നാടി? ഞാനാണോ നിന്റെ വീഡിയോ കൊടുത്തത്? അമ്മയല്ലേ അവനെ മയക്കാനുള്ള ജ്യൂസ് എന്റെ തന്നു വിട്ടത്. എല്ലാം കഴിഞ്ഞിട്ടിപ്പോ കൈ ഒഴിയുന്നോ? അവനെ മയക്കാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്, അല്ലാതെ അവന്റെ മുമ്പിൽ മയങ്ങി കിടക്കാനല്ലല്ലോ. എടി, മയക്കുമരുന്ന് ഒളിക്യാമറയൊക്കെ വെച്ച ഇത്രയും എപ്പിസോഡ് നീ ഈ കഥയിൽ പിടിച്ചു നിന്നത്. അപ്പോ തിരിച്ച് ഇങ്ങോട്ടും ഒരു പണി കിട്ടുമെന്നുള്ള വിചാരം വേണമായിരുന്നു. നിന്നേക്കാൾ ബുദ്ധിമാനായ ഒരാള് വന്നപ്പോ നീ പെട്ടു. ബുദ്ധി അവന്റേത് മാത്രമല്ലല്ലോ അമ്മേ. വിഷ്ണുവേട്ടന്റെ ശാലിനിയുടെ ഉപദേശ അത് ഓർക്കുമ്പോഴാ എനിക്ക്. നമുക്കൊരവസരം ദൈവം കൊണ്ടുവന്ന് തരുവടി. തൽക്കാലം നീ ഒന്ന് ക്ഷമിക്ക. ഹലോ, ഇവിടെ ഒരു മസാജ്. ആ തീറ്റ പണ്ടാരം എന്താടി വിളിച്ചു ചോദിക്കുന്നേ? മസാല ദോശയോ? മസാല ദോശ അല്ലമ്മേ, മസാജ്. അവന്റെ പുറം ഞാൻ മസാജ് ചെയ്ത് കൊടുക്കണമെന്ന്. ഒരു മസാജ് പറഞ്ഞിട്ട് കിട്ടിയില്ല. മസാജ് അല്ലേ, ചെയ്തു കൊടുത്തേക്ക. ഈ അമ്മ എന്താ പറയുന്നേ? അവന്റെ കയ്യിൽ ഒന്നല്ല, ഒരു 100 വെടിക്കുള്ള മരുന്ന് നീ ഇട്ടു കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മറക്കണ്ട. എന്നാലും അമ്മ ഞാൻ എങ്ങനാ? എടി, നമ്മുടെ വീട്ടില് നമ്മൾ പട്ടിയെ കുളിപ്പിക്കാറില്ലേ, അതുപോലെ അങ്ങ് കരുതിയാ മതി. സാനിറ്റൈസറും സോപ്പും ഉപയോഗിച്ച് കൈ നന്നായിട്ടൊന്ന് കഴുകിയാ മതി. അത്രേ ഉള്ളു കാര്യം. ഇവിടെ ഒരു മസാജ് പറഞ്ഞിട്ട് കിട്ടില്ല. ഹലോ എടി, അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും. ശരി, ഞാൻ പോവാം. ഇതൊക്കെ എവിടെ പോയി കിടന്ന വീടും കൂട്ടി. ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അതെ മസാജ്, അതെ മസാജ് ഒന്ന് ഒരു മസാജ് ഇട്ടാ കൊള്ളായിരുന്നു കേട്ടോ. കിടന്ന് കീറണ്ട, ഞാൻ വന്നു. അന്നല്ല സുസ്മിതയുടെ പട്ടി.
രണ്ടിനും ഒരേ മുഖമാണല്ല. ഓ മൈ ഗോഡ്, ഇതെങ്ങനെ സംഭവിക്കുന്നത്? മസാജ് ചെയ്യാനാണെങ്കിലേ തിരിഞ്ഞിരിക്കെ. ഇരുന്നേക്കാം, അതിനെന്ത്? സ്റ്റാർട്ട്. സ്റ്റാർട്ടെന്ന് അയ്യോ, ഈ പോലീസുകാരന്റെ ഇടിയെന്ന് പറഞ്ഞോണ്ടല്ലോ, എമ്മാതിരി ഇടിയാന്നറിയാമോ? ഉം. മർമ്മം നോക്കി കൂമ്പിലിട്ടല്ലേ ഉമ്മര് കുത്തുന്നേ. സുസ്മിതയ്ക്ക് ഇമാതിരി ഒരു കിടിലൻ ചിറ്റപ്പനുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ ഈ കുഴപ്പത്തിലൊന്നും നിൽക്കത്തില്ലായിരുന്നു. ഇങ്ങനെ നിർത്തണ്ട, കണ്ടിന്യൂ. ഒരു വഴിയുണ്ട്, അത് ഫലിച്ചാ ഫലിച്ചു. ഭാമേ, ഭാമേ. എന്താ രാഘവേട്ടാ? അതെ, എനിക്ക് ക്ഷീണത്തിന് ആ ഡോക്ടറെ കുറിച്ച് ടാബ്ലറ്റ്സ് എടുത്തു തരുമോ? അവിടെ ആരോടെങ്കിലും ഒന്ന് പറ രാഘവേട്ടാ. അല്ല, ഇവർക്കാർക്കും അറിയില്ല ഭാമേ. നീ ഒന്ന് എടുത്തു തന്നാൽ നന്നായിരുന്നു. ഈ പരിശോധന ഒന്ന് കഴിഞ്ഞോട്ടെ. ഭാമേ, ദേ എനിക്ക് പെട്ടെന്നൊരു ക്ഷീണാവസ്ഥ, ഒന്ന് പെട്ടെന്ന് വാ. ഭാമ പോയിട്ട് വന്നോളൂ. ഭാമേ. ദാ വരുന്നു. ആ, ഭാമ ഇപ്പൊ താഴോട്ട് വരും. ആ തക്കത്തിന് നീ ഡോക്ടറെ തൊട്ടില്ല. ശരി. എടാ പൊട്ട, അതുവഴി ഭാമ വരുന്നത്. നീ എവിടെ പോന്ന് വെച്ചാൽ എന്ത് പറയും? എന്റെ പൊന്നച്ച ടെൻഷൻ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പിൻവാതിൽ വഴി പോവാം. ഒന്ന് മാറി വിളച്ചട്ട വടി പോലെ നിൽക്കാതെ നോക്കി പോടാ. അയ്യോ, നല്ലൊരു കാര്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.